നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണം പുതിയ തലങ്ങളിലേക്ക്. വിഗ്രഹക്കടത്തിലും നിർണായക വിവരങ്ങൾ പുറത്ത്. ഡി മണി എന്ന ഡയമണ്ട് മണി ഡിണ്ടിഗൽ സ്വദേശി ബാലമുരുകൻ. നടന്നത് ശതകോടികളുടെ ഇടപാട്. ശബരിമലയിൽ ചുമതലയുണ്ടായിരുന്ന രാഷ്ട്രീയത്തിലെ ഉന്നതരുമായി ചേർന്ന് 500 കോടി വാങ്ങി പഞ്ചലോഹങ്ങൾ കടത്തി. ഡി മണിയും സംഘവും പത്മനാഭസ്വാമി ക്ഷേത്രവും ലക്ഷ്യമിട്ടു. കോടതി മേൽനോട്ടത്തിൽ CBI അന്വേഷണം വേണമെന്ന് ആവർത്തിച്ച് രമേശ് ചെന്നിത്തല. പ്രത്യാശയുടെ തിരുപ്പിറവി ആഘോഷമാക്കി ക്രിസ്മസിനെ വരവേറ്റ് ലോകം. ദരിദ്രരോട് ദയ കാണിക്കണമെന്ന ക്രിസ്മസ് ദിന സന്ദേശത്തിൽ മാർപ്പാപ്പ. ബത്ലഹേമിൽ തിരുപ്പിറവി ആഘോഷങ്ങൾ നടന്നത് 2 വർഷങ്ങൾക്ക് ശേഷം. ഗൾഫ് നാടുകളിലും വിപുലമായ പ്രാർത്ഥനയും ആഘോഷവും. ഡൽഹിയിൽ ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബാഹ്യമായ ആഘോഷങ്ങൾക്കപ്പുറം ആത്മീയ സന്ദേശങ്ങൾ നമ്മുടെ ഹൃദയങ്ങളെ തട്ടി ഉണർത്തണമെന്ന് സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവി. അവ നൽകുന്ന ആത്മീയ സന്ദേശങ്ങൾ നമ്മുടെ ഹൃദയങ്ങളെ തട്ടി ഉണർത്തണം. അല്പനേരം ചിന്തിക്കാൻ നമ്മുടെ ആന്തരിക ജീവിതത്തെ പതിക്കാനുമുള്ള ഓർമ്മപ്പെടുത്തലാണ് അവ. സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ സ്നേഹവും വെളിച്ചവും പരത്തിയ മഹാത്മാക്കളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാകുമ്പോൾ ഉത്സവങ്ങൾക്ക് പ്രാധാന്യം വർദ്ധിക്കുന്നു. യേശുവിന്റെ ജന്മം ആഘോഷിക്കുന്ന ക്രിസ്മസ് അത്തരമൊരു ആഘോഷമാണ്. സംസ്ഥാനത്തെ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും പുതിയ അധ്യക്ഷന്മാരെ നാളെ തിരഞ്ഞെടുക്കും. VV രാജേഷ് തിരുവനന്തപുരം മേയറാകും. GS ആശാനാഥ് ഡെപ്യൂട്ടി മേയർ. UDF-ൽ നിന്നും KS ശബരിനാഥും CPM-ൽ നിന്ന് RP ശിവജിയും മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കും. കോർപ്പറേഷനിലെ BJP കോൺഗ്രസ് കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ റദ്ദാക്കണമെന്ന് CPM. തൃശൂരിൽ ഡോക്ടർ നിജി ജസ്റ്റിൻ മേയറാകും. കുവൈറ്റിൽ എനർജി ഡ്രിങ്കുകളുടെ വിൽപ്പനയ്ക്കും വിതരണത്തിനും കർശന നിയന്ത്രണങ്ങൾ. എനർജി ഡ്രിങ്കുകളുടെ വിതരണം 18 വയസ്സിന് മുകളിൽ പ്രായമായ വ്യക്തികളിൽ മാത്രമായി പരിമിതപ്പെടുത്തും. ഇന്ത്യ ശ്രീലങ്ക 3ാം വനിതാ T20 നാളെ കാര്യവട്ടത്ത്. ഗ്രീൻഫീൽഡിൽ പരിശീലനത്തിനിറങ്ങി ടീം അംഗങ്ങൾ. നാളത്തെ മത്സരം ജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും സുധീഷ് കുമാറിനെയും പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. ജയിലിൽ SP ശശിധരന്റെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്തത്. സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ടെന്ന് വ്യവസായി ആരോപിച്ച ഡി മണി എന്ന ഡിണ്ടിഗൽ സ്വദേശിയായ ബാലമുരുകനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ കടത്താനും നീക്കം നടത്തിയതായും സൂചനയുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രധാന പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിനെയും ജയിലിലെത്തിയ അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്തു. SP ശശിധരന്റെ നേതൃത്വത്തിലായിരുന്നു മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ. ഡി മണിയെ ചോദ്യം ചെയ്യുന്നതിന് സമാന്തരമായാണ് പോറ്റിയെയും സുധീഷ് കുമാറിനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വ്യവസായിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഡി മണിയെന്ന ദിണ്ടിഗൽ സ്വദേശി ബാലമുരുകനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. ഇയാളുടെ ഇടനിലക്കാരനായ ശ്രീകൃഷ്ണനും അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ്. ശബരിമലയിൽ നിന്നുള്ള പഞ്ചലോഹ ഇടപാടിൽ ഉന്നത വ്യക്തിയുമായി ചേർന്ന് 500 കോടി രൂപയുടെ ഇടപാടുകൾ നടത്തിയതായാണ് മൊഴി. ഇതിൽ ഡി മണിയിൽ നിന്നും വ്യക്തത വരുത്തുകയാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ കടത്താനും ഈ അന്താരാഷ്ട്ര സംഘം ലക്ഷ്യമിട്ടിരുന്നതായാണ് സൂചന. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ലോകമെമ്പാടുമുള്ള വിശ്വാസികൾക്കൊപ്പം ക്രിസ്മസ് ആഘോഷമാക്കി മലയാളികളും. പള്ളികളിൽ രാത്രി നടന്ന തിരുപ്പിറവിയിലും പ്രത്യേക പ്രാർത്ഥനയിലും വിശ്വാസികൾ പങ്കെടുത്തു. ഇന്ന് രാവിലെയും പ്രത്യേക പ്രാർത്ഥനയും ദിവ്യബലിയും ഉണ്ടായിരുന്നു. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി സ്മരണ പുതുക്കി ദേവാലയങ്ങളിൽ പാതിരാ കുർബാന നടന്നു. നിരവധി വിശ്വാസികളാണ് പാതിരാ കുർബാനയിൽ പങ്കെടുക്കാൻ ഒഴുകിയെത്തിയത്. തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ നടന്ന തിരുപ്പിറവി ആഘോഷങ്ങൾക്ക് കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാവ നേതൃത്വം നൽകി. ക്രിസ്മസ് പ്രത്യാശ നൽകുന്ന സന്തോഷത്തിന്റെ പെരുന്നാളാണെന്നും ഭയമില്ലാത്ത സന്തോഷത്തിന്റെ നല്ല അനുഭവത്തിൽ ക്രിസ്മസ് ആഘോഷിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു.
നമുക്ക് മാത്രമായി ലഭിച്ച ഒരു അനുഗ്രഹത്തെക്കുറിച്ചല്ല നാം ഓർക്കുക. നാം പ്രാർത്ഥനയിൽ ഓർത്തതുപോലെ തലമുറകൾ തോറും ജനന പെരുന്നാൾ ആഘോഷിക്കുന്ന ഒരു വലിയ വിശ്വാസ സമൂഹത്തിൻ്റെ ഈ കാലത്ത് ജീവിക്കാൻ ദൈവം അനുവദിച്ച മക്കൾ എന്ന നിലയിലാണ് നാം യേശു കർത്താവിൻ്റെ ജനന പെരുന്നാൾ ആഘോഷിക്കുക. പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ നടന്ന തിരുപ്പിറവി ചടങ്ങുകൾക്ക് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ നേതൃത്വം നൽകി. പ്രകാശത്തിന്റെയും പ്രത്യാശയുടെയും സന്ദേശമാണ് തിരുപ്പിറവിയിലൂടെ നമുക്ക് ലഭിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ക്രിസ്തുവിൻ്റെ തിരുപ്പിറവി പ്രത്യാശയുടെ ആ ഒരു അനുഭവമാണ് പ്രദാനം ചെയ്യുന്നത്. പല കാരണങ്ങളാൽ കൂരിരുട്ടിൻ്റെ താഴ്വരയിൽ കഴിയുന്നത് പോലുള്ള അന്ധകാരത്തിലായിരിക്കുന്ന അനുഭവങ്ങളിലൂടെ പോകുന്നവർക്കാണ് പ്രത്യാശയുടെ വചനം മഹത്തായ പ്രകാശം കാണുന്നതും അവരുടെ മേൽ ഒരു പുതിയ പ്രകാശം ഉദിച്ച് ഉയരുന്നതും. നന്മയുടെ പ്രതീകമായ ക്രിസ്മസ് ആഘോഷമായാണ് വിശ്വാസികൾ കൊണ്ടാടുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. രാജ്യത്താകമാനമുള്ള ക്രൈസ്തവരെ ചേർത്തുപിടിച്ച് ക്രിസ്മസ് ആഘോഷിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹിയിലെ CNI ആസ്ഥാനമായ കത്തീഡ്രൽ ചർച്ച് ഓഫ് റിഡംഷനിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രിസ്മസ് ശുശ്രൂഷകളിൽ പങ്കെടുത്തത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും മോദിക്കൊപ്പം ചടങ്ങുകളിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രിക്കും രാജ്യത്തിനു വേണ്ടി പ്രത്യേക പ്രാർത്ഥനയും പള്ളിയിൽ നടന്നു. വിശ്വാസത്തിന്റെയും ആഘോഷത്തിന്റെയും ക്രിസ്മസ് ദിനത്തിൽ മുഴുവൻ ക്രൈസ്തവരെയും ചേർത്ത് പിടിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ പൗരന്മാരെല്ലാം സമന്മാരാണെന്ന സന്ദേശം നൽകാൻ കൂടിയാണ് പ്രധാനമന്ത്രി ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി ചടങ്ങുകളിൽ നേരിട്ട് പങ്കെടുത്തത്. ഡൽഹിയിലെ CNI ആസ്ഥാനമായ കത്തീഡ്രൽ ചർച്ച് ഓഫ് റിഡംഷനിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രിസ്മസ് ശുശ്രൂഷകളിൽ പങ്കെടുത്തത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ഒപ്പമുണ്ടായിരുന്നു. പ്രധാനമന്ത്രിക്കും രാജ്യത്തിനും വേണ്ടി പ്രത്യേക പ്രാർത്ഥനയും പള്ളിയിൽ നടന്നു. ബിഷപ്പ് പോൾ സ്വരൂപ് പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേർന്ന പ്രധാനമന്ത്രിക്ക് പുരോഹിതർ ബൈബിളിന്റെ പകർപ്പ് സമ്മാനിച്ചു. കാരൽസും ഹിമ്മെല്ലാം കേട്ടു. അതിൻ്റെ ഒപ്പം അദ്ദേഹത്തിന് വേണ്ടി ഒരു സ്പെഷ്യൽ പ്രെയർ ബിഷപ്പ് റൈറ്റ് റെവറൻഡ് പോൾ സ്വരൂപ് ജി പ്രെയർ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു. അപ്പോൾ ഇത് നല്ലൊരു സന്തോഷമായ ഒരു ദിവസമാണ്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ സുരക്ഷാ ക്രമീകരണം ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി. പള്ളിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാത്തതിൽ സുപ്രീംകോടതി മുൻ ജസ്റ്റിസ് വിക്രംജിത്ത് സെൻ ഉൾപ്പെടെയുള്ളവർ അതൃപ്തി രേഖപ്പെടുത്തി. അത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായവരോട് ക്ഷമ ചോദിക്കുന്നതായി പിന്നീട് BJP സംസ്ഥാന അധ്യക്ഷൻ അറിയിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ദരിദ്രരെ തള്ളിക്കളയുന്നത് ദൈവത്തെ തള്ളിക്കളയുന്നതിന് തുല്യമെന്ന് ലിയോ 14 മാർപ്പാപ്പ. ക്രിസ്മസ് വിശ്വാസത്തിന്റെയും ദാനധർമ്മത്തിന്റെയും പ്രത്യാശയുടെയും വിരുന്നാണെന്നും മാർപ്പാപ്പ പറഞ്ഞു. വത്തിക്കാനിൽ നടന്ന ക്രിസ്മസ് ആഘോഷവേളയിലാണ് മാർപ്പാപ്പ ക്രിസ്മസ് സന്ദേശം നൽകിയത്. കനത്ത മഴയെയും അവഗണിച്ച് ആയിരക്കണക്കിന് വിശ്വാസികളാണ് സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ ഒത്തുകൂടിയത്. അതേസമയം യേശുദേവന്റെ ജന്മസ്ഥലമായ ബെത്ലഹേമിൽ 2 വർഷത്തിനു ശേഷം ഇത്തവണ ക്രിസ്മസ് ആഘോഷിച്ചു. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടന്ന ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ലിയോ 14 മാർപ്പാപ്പ നേതൃത്വം നൽകി. തിരുപ്പിറവി ചടങ്ങുകൾക്കും പാതിരാ കുർബാനയ്ക്കും മാർപ്പാപ്പ കാർമ്മികത്വം വഹിച്ചു. 200-ലേറെ അംഗങ്ങൾ അണിനിരുന്ന ഗായക സംഘവും ചടങ്ങുകളുടെ ഭാഗമായി. മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷമുള്ള ലിയോ 14 ആദ്യ ക്രിസ്മസ് കൂടിയാണിത്. ഉണ്ണിയേശുവിന്റെ ജനന പ്രഖ്യാപനത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. പിന്നീട് അൾത്താരയുടെ മുന്നിലുള്ള ബൈബിൾ പ്രതിഷ്ഠാപീഠത്തിൽ പട്ടിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ഉണ്ണിയേശുവിന്റെ രൂപം മാർപ്പാപ്പ അനാവരണം ചെയ്തു. അപരിചിതരോടും ദരിദ്രരോടും ദയ കാണിക്കണമെന്ന് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു. സഹായം വേണ്ടവനെ അവഗണിക്കുന്നത് ദൈവത്തെ അവഗണിക്കുന്നതിന് തുല്യമെന്നും മാർപ്പാപ്പ പറഞ്ഞു. del verbo eterno risuona nel primo vagitto di un infante.
la santità dello spirito brilla in quel corpicino appena lavato e avvolto in fasce. യേശുദേവന്റെ ജന്മസ്ഥലമായ ബത്ലഹേമിൽ 2 വർഷത്തിന് ശേഷമാണ് ഇത്തവണ ക്രിസ്മസ് ആഘോഷിച്ചത്. ഗാസയിലെ യുദ്ധം കാരണം പലസ്തീനിലെ ക്രൈസ്തവർ ക്രിസ്മസ് ആഘോഷിച്ചിരുന്നില്ല. ഇത്തവണ നേറ്റിവിറ്റി പള്ളിയിലെ പാതിരാ കുർബാനയിലും 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ബാഹ്യമായ ആഘോഷങ്ങൾക്കപ്പുറം ഓരോ ആഘോഷവും നൽകുന്ന ആത്മീയ സന്ദേശങ്ങൾ നമ്മുടെ ഹൃദയങ്ങളെ തട്ടിയുണർത്തണമെന്ന് സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവി. സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ സ്നേഹവും വെളിച്ചവും പകർത്തിയ മഹാത്മാക്കളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാകുമ്പോൾ ഉത്സവങ്ങൾക്ക് പ്രാധാന്യം വർദ്ധിക്കുന്നുവെന്നും യേശുവിൻ്റെ ജനനം ആഘോഷിക്കുന്ന ക്രിസ്മസ് അത്തരമൊരു ആഘോഷമെന്നും ക്രിസ്മസ് ദിന സന്ദേശത്തിൽ അമ്മ പറഞ്ഞു. മനുഷ്യ ജീവിതത്തിൽ ഉത്സവങ്ങൾക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ഉദാത്തമായ മൂല്യങ്ങളുടെ സന്ദേശവുമായാണ് ഉത്സവങ്ങൾ വന്നെത്തുന്നത്. ബാഹ്യമായ ആഘോഷങ്ങൾക്കപ്പുറം അവ നൽകുന്ന ആത്മീയ സന്ദേശങ്ങൾ നമ്മുടെ ഹൃദയങ്ങളെ തട്ടി ഉണർത്തണം. അല്പനേരം ചിന്തിക്കാൻ നമ്മുടെ ആന്തരിക ജീവിതത്തെ പ്രതിക്കാരമുള്ള ഓർമ്മപ്പെടുത്തലാണവ. സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ സ്നേഹവും വെളിച്ചവും പരത്തിയ മഹാത്മാക്കളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാകുമ്പോൾ ഉത്സവങ്ങൾക്ക് പ്രാധാന്യം വർദ്ധിക്കുന്നു. യേശുവിന്റെ ജന്മം ആഘോഷിക്കുന്ന ക്രിസ്മസ് അത്തരമൊരു ആഘോഷമാണ്. ക്രിസ്മസ് സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും കാരുണ്യത്തിന്റെയും ഉത്സവമാണ്. എന്നാൽ സ്നേഹം, സന്തോഷം, കാരുണ്യം എന്നിവ മാമ്പഴം പോലെ ഒരു പ്രത്യേക സീസണിൽ ഉണ്ടാകുന്നവയല്ല. അവയെ എല്ലാ കാലത്തും ഉൾക്കൊള്ളാനും അനുഭവിക്കാനും കഴിയണം. നമ്മൾ പൊതുവെ മറക്കാൻ ഇഷ്ടപ്പെടുന്ന അത്തരം മൂല്യങ്ങളെ കുറിച്ച് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് ഉത്സവങ്ങൾ ചെയ്യുന്നത്. ശ്രീരാമനും ശ്രീകൃഷ്ണനും ഭക്തനും ക്രിസ്തുവും നബിയും ഒക്കെ ജീവിതത്തിൽ കഠിനമായ വെല്ലുവിളികൾ നേരിട്ടാണ് അനശ്വരരായത്. അത് നമ്മൾ മറക്കരുത്. വെല്ലുവിളികൾക്ക് മുൻപിൽ കടന്നു പോവുക, അവയെ വിജയത്തിലൊക്കെയുള്ള ചവിട്ടുകൂടാക്കി മാറ്റുക എന്നതാണ് അവരുടെ മഹത്വം. ശരിയായ മനോത്തോടെ ശ്രേഷ്ഠമായ ലക്ഷ്യത്തിനായി നമ്മൾ പ്രയത്നിക്കുന്നുവെങ്കിൽ അതിനെ തേടാൻ ലോകത്തിൽ ഒരു ശക്തിക്കും സാധ്യമാണ്. അതാണ് അവരുടെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ട് അവരുടെ മാതൃക നമുക്ക് ശക്തിയും പ്രചോദനവും പകർന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ ആഘോഷങ്ങളും ചടങ്ങുകൾക്കും അപ്പുറം നിശബ്ദമെങ്കിലും ശക്തമായ ഒരു ആഹ്വാനം ക്രിസ്മസ് നൽകും. അപബോധത്തോടെ ജീവിക്കുക, കൂടുതൽ ആഴത്തെ സ്നേഹിക്കുക, കൂടുതൽ ദൈവത്തോടെ പെരുമാറുക, കരുണ കാണിക്കുക. വിമർശനത്തിന് പകരം ക്ഷമയും, ഉദാസീനതയ്ക്ക് പകരം കാരുണ്യവും, നിരാശയ്ക്ക് പകരം പ്രത്യാശയും ആ വാക്കിലും നോക്കിലും പ്രവൃത്തിയിലും പ്രതിഫലിക്കുമ്പോൾ നന്മയുടെ വെളിച്ചത്തിന് പ്രഭയത്. മഹാത്മാക്കളുടെ ജീവിതം നമ്മുടെ മനസ്സിനെ നവീകരിക്കുകയും നമ്മെ സമാധാനത്തിന് സന്ദേശവാഹകർ ആക്കട്ടെ. ആഘോഷങ്ങൾ അവസാനിച്ചു കഴിഞ്ഞാലും ആ വെളിച്ചം തമ്മിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കട്ടെ. നമ്മുടെ മറ്റുള്ളവരുടെയും പാതകളിൽ ഇത് പ്രകാശം പരത്തട്ടെ. അതിന് നമ്മുടെ എല്ലാവരെയും കൃപ അനുഗ്രഹിക്കട്ടെ. ക്രിസ്മസ് ദിനത്തിൽ അമൃതപുരി ആശ്രമത്തിൽ വെച്ച് നടന്ന ആഘോഷങ്ങളിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. നമ്മുടെ ജീവിതത്തെ പടുത്തുയർത്തേണ്ട അർത്ഥവത്തായ മൂല്യങ്ങളുടെ സന്ദേശവുമായാണ് ക്രിസ്മസ് പോലെയുള്ള ഉത്സവങ്ങൾ വന്നെത്തുന്നതെന്ന് അമ്മ പറഞ്ഞു. കലാസന്ധ്യ ഉൾപ്പെടെയുള്ള പരിപാടികളുമായി അമൃതപുരിയിൽ നടന്ന ക്രിസ്മസ് ആഘോഷങ്ങളിൽ ഇന്ത്യക്കകത്തും പുറത്തുമുള്ള 1000-ഓളം പേരാണ് പങ്കെടുത്തത്. അമ്മയുടെ നേതൃത്വത്തിൽ ലോകശാന്തിക്കായുള്ള പ്രാർത്ഥനകൾ നടന്നു. ആഘോഷങ്ങളുടെ ഭാഗമായി ഭജന, സാംസ്കാരിക പരിപാടികൾ, കുട്ടികളുടെ കലാപരിപാടികൾ എന്നിവയും അരങ്ങേറി. വിദേശികളായ ആശ്രമത്തിലെ അന്തേവാസികൾ ഒരുക്കിയ നാടകം വേറിട്ട കാഴ്ചയായി.
പരിപാടിയിൽ മാതാ അമൃതാനന്ദമയി ദേവി ക്രിസ്മസ് കേക്ക് മുറിച്ച് ഭക്തർക്ക് വിതരണം ചെയ്തു. ന്യൂസ് ഡെസ്ക് അമൃത TV. UAE-യിലെ ക്രൈസ്തവ വിശ്വാസികളും ക്രിസ്മസ് ആഘോഷത്തിന്റെ തിരക്കിലാണ്. വിവിധ ദേവാലയങ്ങളിൽ പുലർച്ചയോളം നീണ്ടുനിന്ന പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ ഉണ്ടായിരുന്നു. ക്രിസ്മസിന്റെ ഭാഗമായി ചില സ്വകാര്യ സ്ഥാപനങ്ങൾ ജീവനക്കാർക്ക് അവധി നൽകിയത് മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികളുടെ ആഘോഷം വർണ്ണാഭമാക്കി. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമും UAE-യിലും ലോകമെങ്ങുമുള്ള വിശ്വാസികൾക്ക് ക്രിസ്മസ് ആശംസകൾ നേർന്നു. പുതുവത്സരം വരെ നീണ്ടു നിൽക്കുന്നതാണ് ഗൾഫ് രാജ്യങ്ങളിലെ ക്രിസ്മസ് ആഘോഷം. നാട്ടിലേതിനേക്കാൾ സമൃദ്ധമായി ക്രിസ്മസ് ആഘോഷിക്കുകയാണ് മലയാളികൾ അടക്കമുള്ള പ്രവാസികൾ. വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിൽ തിരുപ്പിറവിയുടെ ഭാഗമായുള്ള പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ ഇന്നലെ മുതൽ ആരംഭിച്ചു. ദുബായ് സെന്റ് മേരീസ് കത്തോലിക്ക പള്ളി, ഷാർജ സെന്റ് മൈക്കിൾസ് ദേവാലയം എന്നിവിടങ്ങളിൽ നടന്ന പ്രാർത്ഥനാ ചടങ്ങുകളിൽ മലയാളികളടക്കം നൂറുകണക്കിന് വിശ്വാസികൾ സംബന്ധിച്ചു. UAE-യിലെ വിവിധ സ്വകാര്യ സ്ഥാപനങ്ങൾ ക്രിസ്മസിനോടനുബന്ധിച്ച് ജീവനക്കാർക്ക് അവധി നൽകിയത് നിരവധി പേരുടെ ആഘോഷം കൂടുതൽ വർണ്ണാഭമാക്കാൻ സഹായിച്ചു. അമൃത ന്യൂസ്, ദുബായ്. കുവൈറ്റിലും ആയിരക്കണക്കിന് വിശ്വാസികൾ ക്രിസ്മസ് ആഘോഷിച്ചു. ഇന്ത്യൻ ഓർത്തഡോക്സ്, സിറിയൻ ഓർത്തഡോക്സ്, മലങ്കര മാർത്തോമ, യാക്കോബായ ജ്ഞാനായ, CSI, സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ സഭകളുടെ ക്രിസ്മസ് ആരാധനകൾക്ക് നാഷണൽ ഇവാഞ്ചലിക്കൽ ചർച്ച് വേദിയായി. വിവിധ സഭകളിലെ ശുശ്രൂഷകന്മാരോടൊപ്പം കേരളത്തിൽ നിന്നെത്തിയ ബിഷപ്പുമാർ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. 100-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ ഉൾപ്പെടുന്ന 80-ലധികം സഭകൾ ആരാധിക്കുന്ന നാഷണൽ ഇവാഞ്ചലിക്കൽ ചർച്ച് കുവൈറ്റിലെ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ചെയർമാൻ റവറൻ ഇമാനുവൽ ബെന്യാമിൻ ഗരീബ്, സെക്രട്ടറി റോയ് കെ യോഹന്നാൻ, ടിറ്റോ C സണ്ണി, അജോഷ് മാത്യു, റജു ഡാനിയൽ വെട്ടിയാർ എന്നിവർ നേതൃത്വം നൽകി. കുവൈറ്റിൽ എനർജി ഡ്രിങ്കുകളുടെ വിൽപ്പനയ്ക്കും വിതരണത്തിനും കർശന നിയന്ത്രണങ്ങൾ. ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ അവാദിയാണ് ഇത് സംബന്ധിച്ച മന്ത്രിസഭാ തീരുമാനം പുറപ്പെടുവിച്ചത്. ഈ ഉൽപ്പന്നങ്ങളുടെ അമിത ഉപഭോഗവുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകൾ ലഘൂകരിക്കുക എന്നതാണ് തീരുമാനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. യുവാക്കൾക്കിടയിൽ എനർജി ഡ്രിങ്കുകളുടെ അമിതമായ ഉപഭോഗം മൂലമുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ സ്ഥിരീകരിക്കുന്ന മെഡിക്കൽ റിപ്പോർട്ടുകൾ അടിസ്ഥാനമാക്കിയാണ് ഉത്തരവ്. പുതിയ തീരുമാനപ്രകാരം എനർജി ഡ്രിങ്കുകളുടെ വിതരണം 18 വയസ്സിന് മുകളിൽ പ്രായമായ വ്യക്തികളിൽ മാത്രമായി പരിമിതപ്പെടുത്തുക. ഒരു വ്യക്തിക്ക് ദൈനംദിന ഉപഭോഗം 2 ക്യാനുകളായി പരിമിതപ്പെടുത്തുക. ഓരോ ക്യാനിലും 250 മില്ലിയിൽ 80 മില്ലിഗ്രാമിൽ കൂടുതൽ കഫീൻ അടങ്ങിയിട്ടില്ലെന്ന് ഉറപ്പുവരുത്തുക എന്നിവയാണ് പ്രധാനം. യമനിലെ ഹളറഹ്മത്ത്, അൽമഹ്റ ഗവർണറേറ്റുകളിൽ സതേൺ ട്രാൻസിഷണൽ കൗൺസിൽ നടത്തിയ ഏകപക്ഷീയമായ സൈനിക നീക്കങ്ങൾക്കെതിരെ ശക്തമായ നിലപാടുമായി സൗദി വിദേശകാര്യ മന്ത്രാലയം. പ്രസിഡൻഷ്യൽ ലീഡർഷിപ്പ് കൗൺസിലിന്റെയോ അറബ് സഖ്യസേനയുടെയോ അനുമതിയില്ലാതെ നടത്തിയ ഈ നീക്കങ്ങൾ യമൻ ജനതയുടെ താൽപ്പര്യങ്ങൾക്കും സമാധാന ശ്രമങ്ങൾക്കും വിഘാതമാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. നിലവിലെ പ്രകോപനപരമായ സാഹചര്യം ഒഴിവാക്കാൻ STC സൈന്യം അടിയന്തരമായി പിന്മാറണമെന്നും സൗദി ആവശ്യപ്പെട്ടു. UAE, യമൻ സർക്കാർ എന്നിവരുമായി ചേർന്ന് വിഷയം പരിഹരിക്കാൻ സൗദി അറേബ്യ സജീവമായി ഇടപെട്ടു വരികയാണ്. സൗദിയിൽ പ്രതിദിനം 7,90,000-ലേറെ ഓർഡറുകൾ ഡെലിവറി ചെയ്യുന്നതായി റിപ്പോർട്ട്. കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ പ്രകാരമാണ് ഈ കണക്ക്. 2024-ൽ സൗദിയിൽ ഡെലിവറി ഓർഡറുകളിൽ ഗണ്യമായ വർധനവാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ കൊല്ലം 28.8 കോടിയിലേറെ ഓർഡറുകൾ ഡെലിവറി ചെയ്തതായി ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് സ്ഥിതിവിവര കണക്കുകൾ വ്യക്തമാക്കുന്നു. 2023-നെ അപേക്ഷിച്ച് കഴിഞ്ഞ വർഷം 26% വർധനവുണ്ട്. കുറച്ചു കാലത്തേക്ക് ഫീൽ ഗുഡ് സിനിമകളുടെ ഭാഗമാകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് നടൻ നിവിൻ പോളി. പുതിയ ചിത്രമായ സർവം മായയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ദുബായിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുട്ടികൾക്കുൾപ്പെടെ കാണാൻ സാധിക്കുന്ന ഹൊറർ സിനിമയാണ് സർവം മായ എന്ന് സംവിധായകൻ അഖിൽ സത്യൻ പറഞ്ഞു. സിനിമയിൽ പ്രേതം എന്ന കഥാപാത്രമായി എത്തുന്ന നടി റിയ ഷിബുവും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സിനിമയുടെ പ്രൊമോഷൻ പരിപാടികളിലൊന്നും ഇതുവരെ റിയ പങ്കെടുത്തിരുന്നില്ല. നിർമ്മാതാവ് രാജീവ് മേനോനും പരിപാടിയിൽ പങ്കെടുത്തു.
കഴിഞ്ഞ മാസം 1,18,63,477 പേർ ഉംറ കർമ്മം നിർവഹിച്ചതായി സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയവും ഹറം കാര്യ വകുപ്പും അറിയിച്ചു. കഴിഞ്ഞ മാസം വിദേശങ്ങളിൽ നിന്ന് 17 ലക്ഷത്തിലേറെ ഉംറ തീർത്ഥാടകരെത്തി. മക്കയിലെയും മദീനയിലെയും ഹറം പള്ളികളിൽ 6,87,41,853 വിശ്വാസികളെ സ്വീകരിച്ചു. വിശുദ്ധ ഹറമിൽ 3 കോടിയിലധികം പേർ നമസ്കാരങ്ങൾ നിർവഹിച്ചു. 1,18,63,477 പേർ ഉംറ നിർവഹിച്ചു. കുവൈറ്റിൽ സ്വന്തം കെട്ടിടത്തിലെ താമസക്കാരുടെ വിവരങ്ങൾ കെട്ടിട ഉടമകൾ നേരിട്ടറിയുന്നതിനുള്ള സംവിധാനം നിലവിൽ വന്നു. പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ റെസിഡന്റ് ഡാറ്റ സേവനം ആരംഭിച്ചു. കെട്ടിടത്തിൽ താമസിക്കുന്നവരുടെ വിവരങ്ങളും മറ്റും സ്വയം നിരീക്ഷിക്കാൻ ഉടമകളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ ആപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. കെട്ടിടങ്ങളുടെ താമസക്കാരുടെ വിവരങ്ങൾ എളുപ്പത്തിൽ അറിയുവാനും തെറ്റായ വിവരങ്ങൾ കണ്ടെത്തിയാൽ സ്വയം പരാതികൾ സമർപ്പിക്കാനും ഈ സേവനങ്ങൾ കൊണ്ട് ഉടമകൾക്ക് സാധിക്കും. മറ്റു വാർത്തകൾ കൂടി നോക്കാം. അനന്തപുരിയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി BJP അധികാരത്തിലെത്തുമ്പോൾ നയിക്കാനുള്ള യോഗം VV രാജേഷിനാണ്. തിരുവനന്തപുരത്ത് NDAയുടെ മേയർ സ്ഥാനാർത്ഥിയായി VV രാജേഷ് മത്സരിക്കുമെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ആശാനാഥിനെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയാക്കുമെന്നും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S സുരേഷ് പ്രഖ്യാപിച്ചു. നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് തീരുമാനം. കൊടുങ്ങാനൂർ വാർഡിൽ നിന്ന് വിജയിച്ച VV രാജേഷിനെ മേയർ സ്ഥാനാർത്ഥിയായി BJP പ്രഖ്യാപിച്ചു. രാഷ്ട്രീയ രംഗത്തെ പതിറ്റാണ്ടുകളുടെ അനുഭവ സമ്പത്താണ് രാജേഷിന് കരുത്തായത്. മുൻ DGP R ശ്രീലേഖയുടെ പേര് ആദ്യം മുതൽക്ക് ഉയർന്നു കേട്ടിരുന്നെങ്കിലും ഭൂരിഭാഗം കൗൺസിലർമാരുടെയും പിന്തുണ രാജേഷിനായിരുന്നു. കരുത്തരായ നേതാക്കൾ മറ്റു മുന്നണികളിൽ നിന്ന് കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സാഹചര്യത്തിൽ അവരെ നേരിടാൻ രാഷ്ട്രീയ രംഗത്ത് പയറ്റിത്തെളിഞ്ഞ ഒരാൾ തന്നെ മേയറായി എത്തണമെന്ന പൊതു അഭിപ്രായമാണ് BJPയിൽ ഉയർന്നത്. BJP സംസ്ഥാന സെക്രട്ടറിയായ രാജേഷ് തിരുവനന്തപുരം മുൻ ജില്ലാ പ്രസിഡന്റും യുവമോർച്ച മുൻ സംസ്ഥാന അധ്യക്ഷനുമായിരുന്നു. ഇതിനൊപ്പം RSSന്റെ പിന്തുണയും രാജേഷിന് തുണയായി. ഒരു പ്രതീക്ഷയും ഇല്ലാതിരുന്ന സമയത്ത് BJPക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് പേരുടെ കഷ്ടപ്പാടിന്റെ ഫലമായാണ് BJP തിരുവനന്തപുരത്ത് അധികാരത്തിലെത്തിയിരിക്കുന്നതെന്ന് VV രാജേഷ് പറഞ്ഞു. ഒരു പ്രതീക്ഷയും സാധ്യതയും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങളുടെ ആശയം ഏറ്റെടുത്ത് പ്രവർത്തനത്തിൽ എത്തിയ നൂറുകണക്കിന് ആയിരക്കണക്കിന് പ്രവർത്തകരുണ്ട്. പതിറ്റാണ്ടുകൾക്ക് തന്നെ പ്രവർത്തനം ആരംഭിച്ച അവരുടെയൊക്കെ തന്നെ അതിലൊരുപാട് പേർക്ക് ശാരീരികമായും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. ആയിരക്കണക്കിന് പേർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരുടെയൊക്കെ തന്നെ ജീവൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ഒക്കെ ഫലമായിട്ടാണ് BJP ഇന്ന് ഈ കോർപ്പറേഷന്റെ ഭരണത്തിൽ എത്തിയിരിക്കുന്നത്. VV രാജേഷിനെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിച്ചതോടെ മുതിർന്ന നേതാക്കൾ ശ്രീലേഖയുടെ വീട്ടിലെത്തി ചർച്ച നടത്തി. R ശ്രീലേഖ ഡെപ്യൂട്ടി മേയർ സ്ഥാനം നിരസിച്ചതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയസാധ്യതയുള്ള ഒരു സീറ്റിൽ മത്സരിപ്പിക്കാൻ ധാരണയായി. ലഭിച്ചിരിക്കുന്നത് വലിയ ഉത്തരവാദിത്തമാണെന്നും പാർട്ടിക്കൊപ്പം നിന്ന ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും BJPയുടെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആശാനാഥ് പറഞ്ഞു. വളരെ ഭാരിച്ച ഉത്തരവാദിത്തമാണ് പാർട്ടി നമുക്ക് തന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ജനങ്ങളോടൊപ്പം ജനങ്ങളിൽ ഒരാളായി തന്നെ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. ഇത് മൂന്നാമത്തെ തവണയാണ് ആശാനാഥ് കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശരണാമൃതം പവേർഡ് ബൈ ധനലക്ഷ്മി ബാങ്ക്. ബാങ്കിംഗ് ഓൺ റിലേഷൻഷിപ്സ് ഫോറെവർ. ശബരിമലയിലേക്കുള്ള തങ്കയങ്കി രഥഘോഷയാത്രയുടെ പ്രയാണം തുടരുകയാണ്. വീഥികളിൽ ഭക്തിയാദരപൂർവ്വമാണ് ആളുകൾ സ്വീകരിക്കുന്നത്. 3-ാം ദിവസത്തെ യാത്ര കോന്നി മുരിങ്ങമംഗലത്ത് നിന്നാണ് ആരംഭിച്ചത്. നാളെ ഘോഷയാത്ര ശബരിമലയിലെത്തും. ശനിയാഴ്ചയാണ് മണ്ഡലപൂജ. മണ്ഡലപൂജയ്ക്ക് ശബരിമല അയ്യപ്പസ്വാമിക്ക് ചാർത്താനുള്ള തങ്കയങ്കി വഹിച്ച ഘോഷയാത്രയ്ക്ക് വീഥികളിൽ വൻ വരവേൽപ്പാണ് ലഭിക്കുന്നത്. 3-ാം ദിവസത്തെ യാത്ര കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിൽ നിന്നാണ് ആരംഭിച്ചത്. ഘോഷയാത്ര കടന്നുപോകുന്ന വീഥികളിൽ തങ്കയങ്കി കണ്ട് തൊഴുന്നതിനായി സ്ത്രീകളും കുട്ടികളും അടക്കം നൂറുകണക്കിന് ഭക്തരാണ് തടിച്ചുകൂടുന്നത്. രാത്രി പെരുന്നാട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ വിശ്രമത്തിന് ശേഷം നാളെ രാവിലെ 7 മണിക്ക് യാത്ര പുനരാരംഭിക്കും. ലാഹസത്രം വഴി പമ്പയിലെത്തി വിശ്രമിച്ച ശേഷം വൈകുന്നേരത്തോടെ ശരംകുത്തിയിൽ എത്തിച്ചേരും. ശരംകുത്തിയിൽ നിന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭാരവാഹികളും ഉദ്യോഗസ്ഥരും ചേർന്ന് തങ്കയങ്കി ഘോഷയാത്രയെ സ്വീകരിച്ച് സന്നിധാനത്തേക്ക് ആനയിക്കും. 18-ാം പടി ചവിട്ടി സന്നിധാനത്തെത്തുമ്പോൾ ശബരിമല മേൽശാന്തിയുടെയും മറ്റ് ശാന്തിക്കാരുടെയും നേതൃത്വത്തിൽ തങ്കയങ്കി ഏറ്റുവാങ്ങി പുണ്യാഹം തളിച്ച് ശ്രീകോവിലിലേക്ക് കൊണ്ടുപോകും. തുടർന്ന് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കും. 27-ന് രാവിലെ 10:10-നും 11:30-ക്കും ഇടയിൽ ഭഗവാന് തങ്കയങ്കി ചാർത്തി മണ്ഡലപൂജ നടക്കും. അമൃത ന്യൂസ്, പത്തനംതിട്ട.
ഇന്ത്യ ശ്രീലങ്ക T20 വനിതാ ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാം മത്സരത്തിന് നാളെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം സാക്ഷ്യം വഹിക്കും. തലസ്ഥാനത്ത് നടക്കുന്ന ആദ്യ രാജ്യാന്തര വനിതാ ക്രിക്കറ്റ് മത്സരത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. പുതിയ പിച്ചിൽ പ്രതീക്ഷയർപ്പിച്ചാണ് ഇരു ടീമുകളും മത്സരത്തിന് ഇറങ്ങുന്നത്. പരമ്പരയിലെ ആദ്യ 2 മത്സരങ്ങൾ വിജയിച്ച ആത്മവിശ്വാസത്തോടെയാണ് ടീം ഇന്ത്യ തിരുവനന്തപുരത്ത് മത്സരത്തിനിറങ്ങുന്നത്. ശ്രീലങ്കയാവട്ടെ കൂടുതൽ യുവതാരങ്ങളെ ടീമിലെത്തിച്ച പുതിയ പിച്ചിൽ പ്രതീക്ഷയർപ്പിച്ചുമാണ് മത്സരത്തെ നേരിടുക. വിശാഖപട്ടണത്ത് നടന്ന ആദ്യ 2 മത്സരങ്ങളിലും മിന്നും വിജയമാണ് ഹർമൻപ്രീത് കൗറും സംഘവും നേടിയത്. ശക്തമായ ബാറ്റിംഗ് നിര ഇത്തവണ കൂടുതൽ സ്കോർ ഉയർത്തുമെന്നാണ് ടീം ഇന്ത്യയുടെ പ്രതീക്ഷ. ബാറ്റിംഗ് നിരയിലെ വെടിക്കെട്ട് പ്രകടനം കാഴ്ചവെക്കുന്ന വൈസ് ക്യാപ്റ്റൻ സ്മൃതി മന്ദാന, ജമീന റോഡ്രിഗസ്, ഷഹാലി വർമ്മ, റിച്ചാർഡ് ഘോഷ് തുടങ്ങിയവരിലാണ് ഇന്ത്യയുടെ പ്രതീക്ഷ. മറുഭാഗത്താകട്ടെ ശക്തമായ ബാറ്റിംഗ് നിര ഉണ്ടെങ്കിലും പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാത്തതാണ് ശ്രീലങ്കൻ ടീമിന്റെ പ്രശ്നം. എന്നാൽ ഇത്തവണ തിരുവനന്തപുരത്തെ പിച്ചിൽ കരുത്തോടെ തിരിച്ചുവരാനാണ് ശ്രീലങ്കയുടെ നീക്കം. തിരുവനന്തപുരത്തെത്തിയ ഇരു ടീമുകളും കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ പരിശീലനത്തിനും ഇറങ്ങി. ടോസ് നേടിയാൽ ആദ്യം ബാറ്റ് ചെയ്യുന്നത് ആലോചിക്കുമെന്ന് ഇന്ത്യൻ ടീം പരിശീലകൻ അമൂൽ മജുംദാർ പറഞ്ഞു. ടീമിൽ അടിമുടി മാറ്റങ്ങളോടെയാവും ശ്രീലങ്കൻ ടീം മൂന്നാം മത്സരത്തിനിറങ്ങുക. ബാറ്റിംഗ് നിരയിലും ബോളിംഗ് നിരയിലും അഴിച്ചുപണി ടീം നടത്തുകയാണ്. പവർ പ്ലേയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പുതിയ യുവതാരങ്ങളെ കളത്തിൽ ഇറക്കാനാണ് ശ്രീലങ്കൻ ടീമിന്റെ ലക്ഷ്യമെന്നും ശ്രീലങ്കൻ ക്യാപ്റ്റൻ ചമാരി അട്ടുപട്ടു പറഞ്ഞു. So still I trust my youngsters and we have good seniors. I think 5-6 seniors rest in Sri Lanka. നാളെ വൈകിട്ട് 7 മണിയോടെ മത്സരം ആരംഭിക്കും. നാളെ നടക്കുന്ന മത്സരത്തിൽ വിജയം നേടിയാൽ പരമ്പര ഇന്ത്യക്ക് സ്വന്തമാക്കാം. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.